ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എന്തിട്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എന്നാൽ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് അത്ര സുഖമില്ല കേട്ടോ. ഇവിടെ എല്ലാവർക്കും നല്ല സൂപ്പർ പനിയാണ് കേട്ടോ. കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. എന്നാൽ ഇത്തവണത്തെ പനി മാറാൻ വലിയ പാടാണ്. അങ്ങനെയാ ഇക്ക രാവിലെ ഷോപ്പിലോട്ടൊക്കെ പോയി ഇത് നമ്മുടെ മോന് മുട്ട കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് കേട്ടോ. ഞാൻ കൊടുക്കാത്തതുകൊണ്ട് എന്നോട് പിണങ്ങി നിൽക്കുവാണ്. ഇന്നലെ രാത്രി സിമ്പതി തോന്നി ഒരു മുട്ട കൊടുത്തിട്ട് ഭയങ്കര ചുമയായിരുന്നു. അതുകൊണ്ട് ഇന്ന് കഞ്ഞി മാത്രം കൊടുക്കാന്ന് വെച്ച്. കഞ്ഞി എന്ന് പറയുമ്പോൾ ഞാൻ കഞ്ഞിവെള്ളം അല്ല കേട്ടോ ഒഴിക്കുന്നത്. കഞ്ഞിവെള്ളം കൂടുതൽ കഫം ഉണ്ടാക്കുമെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. പനി ഇല്ലാത്തപ്പോൾ കഞ്ഞിവെള്ളം കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ബോഡിക്ക്. ഞാൻ ചോറ് വേവിച്ചിട്ട് അതിൽ ചൂടുവെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ടാണ് കൊടുക്കാറുള്ളത്. നല്ലപോലെ വെള്ളം കൂട്ടി കൊടുക്കും. അപ്പോൾ അത്രയും വെള്ളവും ഉള്ളിൽ ചെല്ലുമല്ലോ. പിന്നെ എൻ്റെ കേസ് ആണെങ്കിൽ ഞാൻ മരുന്ന് മേടിക്കാറില്ല കേട്ടോ. 3 ദിവസം ഫുഡ് കഴിക്കാറില്ല. 3 നേരം ജ്യൂസ് നേർപ്പിച്ച് കുടിക്കും, അല്ലെങ്കിൽ ചൂടുവെള്ളം കുടിക്കും, അല്ലെന്നുണ്ടെങ്കിൽ കരിക്കും വെള്ളം. 3 ദിവസം കഴിയുമ്പോൾ കട്ടി കുറഞ്ഞ ഫുഡിൽ നിന്നും കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. 3 ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ ഇൻസൈഡ് ഓഫ് ദ ബോഡി ഫുള്ള് ക്ലീൻ ആയിരിക്കും. എല്ലാവർക്കും ഈ ഒരു രീതി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. എന്നാലും ഞാൻ ഈ ഒരു രീതിയാണ് വർഷങ്ങളായിട്ട് ചെയ്യുന്നത്. എന്നാൽ കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. അവർക്ക് മരുന്ന് മേടിക്കും കേട്ടോ. കാരണം ഞാൻ ചെയ്യുന്ന ഒരു രീതി ഫോളോ ചെയ്യണമെങ്കിൽ 3 ദിവസം ഫുഡ് എടുക്കാതിരിക്കണം. ഫുഡ് എടുത്ത് കൺട്രോൾ ചെയ്യാൻ നോക്കുവാണെങ്കിൽ ഈ ഒരു പരിപാടി നടക്കത്തില്ല. കുട്ടികളായത് കൊണ്ട് തന്നെ അവർക്ക് ഇത് ഫോളോ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഫോളോ ചെയ്യാറില്ല. ഇത് ഇക്കയുടെ വാപ്പിയിൽ നിന്നും കിട്ടിയ ഒരു ശീലമാണ് കേട്ടോ. ഇതെനിക്ക് നല്ലതാണ് എന്ന് തോന്നി തുടങ്ങിയത് മുതൽ ഞാൻ ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യാറുള്ളത്. കല്യാണത്തിന് മുമ്പ് മരുന്ന് മേടിച്ചിട്ടാണ് അസുഖം മാറ്റാറുള്ളത്. പിന്നെ ഞാൻ പനിയുടെ കാര്യം മാത്രമാണ് കേട്ടോ പറഞ്ഞത്. മറ്റുള്ള അസുഖങ്ങളൊക്കെ വരികയാണെങ്കിൽ മരുന്ന് മേടിക്കും കേട്ടോ. മിക്കപ്പോഴും 3 ദിവസം കൊണ്ട് തന്നെ അസുഖം മാറാറാണ് പതിവ്. ഇനിയിപ്പോൾ എനിക്ക് 3-ാം ദിവസമാണ്. എനിക്ക് അത്യാവശ്യം നല്ല കുറവുണ്ട്, അൽഹംദുലില്ലാ. ഇത് ഫോളോ ചെയ്യുന്നത് ആദ്യമൊക്കെ ഇക്കയുടെ വാപ്പി ഇതിനെപ്പറ്റി പറയുമ്പോൾ എനിക്ക് അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല, അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടുമില്ല. പക്ഷെ ഞാൻ ഒരു തവണ ഇതുപോലെ ചെയ്തപ്പോൾ മരുന്ന് കഴിച്ച അസുഖം മാറ്റുന്നതിലും ശരീരത്തിനും മനസ്സിനും ഇതാണ് സുഖം നൽകുന്നത് എന്ന് തോന്നിയപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയും ഈ ഒരു രീതി തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നിരുന്നത്. എന്നിരുന്നാലും നമ്മൾ മെഡിസിന് മേടിക്കേണ്ട ഘട്ടത്തിൽ മേടിക്കുകയും വേണം. ഇൻ കേസ് എനിക്ക് 3 ദിവസം കൊണ്ട് അസുഖം മാറുന്നില്ല എന്ന് കണ്ടാൽ കൂടുകയാണ് ഒക്കെ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ മെഡിസിൻ മേടിക്കുകയും ചെയ്യും. ഇതുവരെയും അങ്ങനെ ഒരു കേസ് വന്നിട്ടില്ല. ഇനിയത്തെ കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തിട്ടില്ല. പിന്നെ അങ്ങനെ ഇന്ന് വേറെ കുക്കിങ്ങും മറ്റുള്ള കാര്യങ്ങളും ഒന്നുമില്ല. പിള്ളേർക്കൊക്കെ പിന്നെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇന്ന് ഈ ഒരു കഞ്ഞിയൊക്കെ ആക്കിയിട്ട് ഈ ഒരു രീതിയിൽ പോകാമെന്ന് വെച്ചപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.